മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായ വിഷയമാണ്. നമുക്കറിയാം, കോഴിക്കോട് ഒരു കുടുംബത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ച് KSEB പ്രതികാരം തീർത്ത നടപടി. അതിലെന്തായാലും മന്ത്രിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മന്ത്രി ന്യൂസ് 18 കേരളത്തിനോട് സംസാരിക്കുന്ന വേളയിൽ തന്നെയാണ് അദ്ദേഹം വൈകുന്നേരത്തോടുകൂടി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ള കാര്യം പറഞ്ഞതും അപ്രകാരം തന്നെ ആ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്, അതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ജനങ്ങൾ ഒരുപാട് സന്തോഷമായി. സന്തോഷം തന്നെ. പിന്നെ നമ്മളെ ജനങ്ങൾ, നാട്ടുകാരും, ഞങ്ങളെ പാർട്ടിക്കാരും, കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ, പിന്നെ ഞങ്ങളെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, അതേപോലെ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇന്നലെ ഉച്ചക്ക് മുതൽ കൊണ്ടുപോയ സമയം മുതൽ ബുദ്ധിമുട്ടായി ഞങ്ങൾ സഹായിച്ച് ബോസിലേക്കൊക്കെ ഇന്നലെ രാത്രി എപ്പോഴാ പോയെന്നറിയാം. അത് കഴിഞ്ഞ് ഇന്നിപ്പോ പൊളിച്ചക്ക് നന്നായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. മകന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? മകന്റെ കാര്യം ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചു. വലിയ സന്തോഷമുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ വിജയിച്ചിരിക്കുന്നു. നമ്മളറിയാം, നീതി നിഷേധമായിരുന്നു. അജ്മൽ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള കറക്ഷൻ റദ്ദ് ബന്ധപ്പെട്ടാണ് ഇന്നലെ മുതൽ നമ്മൾ സമരങ്ങൾ ആരംഭിച്ചു. ഇന്ന് ആ സമരം നേരത്തെ മന്ത്രി പറഞ്ഞു, മറ്റു ഉദ്യോഗസ്ഥർ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഒരു ഉറപ്പും ഒരു ചുക്കും ചുണ്ണാമ്പും വേണ്ടി വന്നില്ല. സമരം കണ്ട്, പൊതുജനങ്ങളുടെ പിന്തുണ കണ്ട്, മാധ്യമങ്ങൾ കാട്ടിയ പിന്തുണ കണ്ട് അവസാനം KSEBയും മന്ത്രിയും ബൈജു പ്രഭാകരനും ഒക്കെ മുട്ടുമടക്കി ഈ മഴയത്ത് വന്ന് KSEB ഉദ്യോഗസ്ഥർ ആ വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്തുണ നൽകിയ ജനാധിപത്യ സമൂഹത്തിന് നന്ദി. ഒന്ന്, മൊബൈൽ കോടതിയിൽ ഹാജരാക്കണം, അതിലെ ഡാറ്റ പരിശോധിക്കണം, അജ്മൽ പറഞ്ഞ വസ്തുക്കൾ അതിനുണ്ടോ അകത്തുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ വൈദ്യുതി വിച്ഛേദിച്ചത് അവരുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തതാണ്. അത് സ്വാഭാവികമായത് ഞങ്ങൾക്ക് കോടതിയിലേക്ക് പോകും, നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ചെയ്ത ആളുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് പോകും. ഗുലാം നബി ആസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ആസാദ്, ഈ വൈദ്യുതി തിരികെ ലഭിക്കുക എന്നുള്ളതായിരുന്നു ഈ ഉപ്പയുടെയും ഉമ്മയുടെയും ഏറെ പ്രധാനപ്പെട്ട ആവശ്യം. അത് നടപ്പായിരിക്കുന്നു. ഇനി ഈ കോടതിയെ സമീപിക്കും എന്ന്, ഈ വിഷയത്തിൽ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുമ്പോൾ ഏത് വിഷയം മുൻനിർത്തിയായിരിക്കും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ അവർ ഉദ്ദേശിക്കുന്നത്? 2 ദിവസം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ അവർക്ക് വൈദ്യുതി ഇന്നലെ രാത്രി പുനഃസ്ഥാപിച്ച് ലഭിച്ചത്. ഇനി ഇവരുടെ മക്കൾ, തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുടുംബം നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ വരികയും സത്യവാങ്മൂലം വായിച്ച് കേൾപ്പിക്കുകയും സത്യവാങ്മൂലം ഒപ്പിടാൻ കഴിയില്ല എന്ന് കുടുംബം പറഞ്ഞതോടുകൂടിയാണ് ഉപാധികളില്ലാതെ വൈദ്യുതി കണക്ഷൻ പിന്നീട് ഇവർക്ക് പുനഃസ്ഥാപിച്ച് നൽകിയത്. പുനഃസ്ഥാപിച്ച് നൽകുന്ന സമയത്ത് ഏറെ ആഹ്ലാദത്തോടുകൂടി ആളുകളുടെ പ്രതിഷേധമുള്ള മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഇനിയുള്ളത് ഈ നേരത്തെ തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിലെ ജയിലിൽ കിടക്കുന്ന 2 മക്കളുടെ നിയമപരമായ അവരെ നേരിടുമെന്നാണ് ഇവർ പറയുന്നത്. KSEB നേരത്തെ തന്നെ ഈ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവും അജ്മൽ താൻ KSEB ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് മലിനജലം ഒഴിച്ചിട്ടുണ്ടെന്നും, എന്നാൽ KSEB ഓഫീസിലെ യാതൊരു വസ്തുക്കളും അടിച്ചു തകർക്കുകയോ മറ്റക്രമങ്ങളോ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ വോയിസ് പുറത്തു വന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമഗ്രമായ അന്വേഷണം വേണമെന്നും ആ അന്വേഷണം നടത്തി ആരാണോ ഈ KSEB ഓഫീസിന് നാശനഷ്ടം വരുത്തിയിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. കുടുംബവും ഇത് തന്നെ പറയുന്നത്.
ഇനി ഈ വരും ദിവസങ്ങളിൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ ആദ്യ ദിവസം വന്ന സമയത്ത് മൂന്നാം തീയതി വന്ന സമയത്ത് ഈ മാതാവിനെ ആക്രമിച്ചു എന്ന പരാതിയിൽ തിരുവമ്പാടി പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട്. ഇത്തരം ഈ കേസുകളെല്ലാം ഇനി നിയമപരമായി നേരിടുമെന്നാണ് കുടുംബവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുന്നത്. ശരി, ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് KCB. കോഴിക്കോട് തിരുവമ്പാടി KCB ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഉപാധികളൊന്നുമില്ലാതെയാണ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും വൈദ്യുതി തിരികെ ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റസാഖും അതോടൊപ്പം തന്നെ അജ്മലിന്റെ ഉമ്മ മറിയവും. അതേസമയം ഈ വിഷയത്തിലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിരിക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട